മാത്സ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഗുണനമാണ്. അപ്പോൾ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു നമ്പേഴ്സ്. അപ്പോൾ ഏതൊക്കെ മോഡലില് രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വരും എന്നുള്ളതാണ് ഒറ്റ സ്ക്രീനിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് എന്ന് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നോക്കൂ, 3 into 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3 2s നമുക്കറിയാം 6. അപ്പൊ ഇത് ഇത്ര എഴുതാനുണ്ട്. ഓരോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ആദ്യം. നോക്ക്, 3 into 2 6. 5 into 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20. ഇത്രയേ ഉള്ളൂ. അത് സാധാരണ മാതിരിയിലെ നമ്പർ. അപ്പൊ ഇതെന്താണ് സംഭവം? ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, സിംഗിൾ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പൊ കിട്ടിയ റിസൾട്ട്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കിക്കോളൂ. 2 ഡിജിറ്റ് 2 ഡിജിറ്റ് സിംഗിൾ 1 ഡിജിറ്റ്. അപ്പൊ രണ്ടക്കവും ഒരക്കവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതാണ്. നോക്ക്, ആദ്യം 12ഉം 3ഉം എഴുതുമ്പോൾ 2ന്റെ നേരെ താഴെ എഴുതി 3ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യാം, നമുക്ക് 6 കിട്ടും. 3 into 1 നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടും. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ റിസൾട്ട് ഇവിടെ എഴുതുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോളൂ. 2 into 4 നമുക്ക് കിട്ടും 8. 2 into 3 നമുക്ക് കിട്ടും 6. വേറൊന്നും അതിൽ ആലോചിക്കാറില്ല. അപ്പൊ അതിന്റെ നമ്മൾ ഫിഗർ അതിന്റെ വരക്കുകയാണെങ്കിൽ ഇവിടെ 2 നമ്പർ ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഈ നമ്പറിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ ഈ നമ്പറിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി, ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതിയാൽ എന്തായി? ഈ 2 നമ്പറും 1 നമ്പറും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയി. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, 4 ഇതും അങ്ങനെ 2 ഡിജിറ്റും 1 ഡിജിറ്റും ആണ്. ഇതേപോലെ തന്നെ രണ്ടെണ്ണം തന്നെ ഇവിടെ ഉള്ളത്, ഇവിടെ ഒന്നും ഉണ്ട്. അപ്പൊ എന്ത് വ്യത്യാസം എന്താ നോക്കാം, ഡിഫറൻറ്റ് നോക്കാം. 5ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ രണ്ടെണ്ണം ഒന്നുകൊണ്ട് എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നോക്കിക്കോ. ഈ നമ്പറിനെ ഇതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 5 into 4 എന്ന് പറയുമ്പോൾ നമുക്ക് 20 കിട്ടും. നോക്ക് നിങ്ങൾ, 20 കിട്ടും. ഇപ്പൊ നേരത്തെ അങ്ങനെ പ്രശ്നമില്ല. 3 into 2 6 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 3 2 6 മാത്രം. ഇവിടെ 5 into 4 ആകുമ്പോൾ 2 ഡിജിറ്റ് വരുന്നുണ്ട്. അങ്ങനെ 2 ഡിജിറ്റ് വരുമ്പോൾ ഇവിടെ എഴുതേണ്ടത് ഈ റൈറ്റ് സൈഡ് ഡിജിറ്റ് ഇവിടെ എഴുതുക, ബാക്കിയുള്ള ഈ ഡിജിറ്റ് നമ്മൾ അഡീഷൻ ചെയ്ത മാതിരി മേലോട്ട് ക്യാരി ഓവർ ചെയ്യുക. ഓക്കെ, 5 4 20 ആണ്. ആ 20ൽ 0 ഇവിടെ എഴുതി, ബാക്കിയിൽ 2 എവിടെ എഴുതി? ഇവിടെ നമ്മൾ ക്യാരി ഓവർ ചെയ്തു. ഇനി എന്ത് ചെയ്യാം? 5ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 1 5, 5ഉം ഈ 2ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 7 എന്ന് പറയുന്ന നമ്പർ കിട്ടും. അപ്പൊ ഒരു നമ്പർ അധികം വരുമ്പോൾ അത് ക്യാരി ഓവർ ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ കൂടെ ഇത് ചെയ്യണം. ശ്രദ്ധിക്കണം, ഇതുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇതുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതേ ഫിഗർ തന്നെയാണ് ഏതിന് വരുന്നത്? ഈ 2 നമ്പറിലെ ഫിഗർ തന്നെയാണ് ഇതിനും വരുന്നത്. ഇത് നോക്കൂ, 6 2 നമുക്ക് എത്ര കിട്ടും? 2 ഡിജിറ്റിലെ നമ്പർ 12 ആണ് കിട്ടുക. അപ്പൊ 2 ആണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, 2 ഇവിടെ എഴുതി കഴിഞ്ഞാൽ ബാക്കി 1 ഉണ്ടല്ലോ, ആ 1 എവിടെ വരും? ഇവിടെ ക്യാരി ഓവർ ചെയ്യും. എന്നിട്ട് 6നെ 4 കൊണ്ട് പള്ളി, 6 4 24, 6 4 24, 24 1 25, 25 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ 2 ഡിജിറ്റും 1 ഡിജിറ്റും തമ്മിലുള്ള നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകത നിങ്ങൾ കണ്ടു. ഒന്നും സാധാരണ മാതിരി മൾട്ടിപ്ലൈ എഴുതിയാൽ മതി. ഇങ്ങനെ വരുന്ന സമയത്ത് ബാലൻസ് വരും. ബാലൻസ് വരുമ്പോൾ ആ നമ്പർ ഇടത് ഭാഗത്തെ നമ്പറിന്റെ ടോപ്പിൽ അത് അവിടെ എഴുതുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലായി. ഇനി നോക്ക്, 43 into 1 2. ഇത് നോക്കുക. അപ്പൊ ഇവിടം വരെ ഉള്ളത് എന്താണ്? പ്രത്യേകം ശ്രദ്ധിച്ചേങ്ങള്, 2 ഡിജിറ്റും 1 ഡിജിറ്റും. അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇവിടെ സാധാരണമായി എഴുതിയാൽ മതി. ഇവിടെ ആവുമ്പോൾ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അത് മേലോട്ട് ക്യാരി ഓവർ ചെയ്തിട്ട് ചെയ്യണം. ഇതാണ് അതിന്റെ ചിത്രം. ഓക്കെ, ഈ ചിത്രം മനസ്സിലായല്ലോ. ഇത് 2 ഡിജിറ്റ്, പിന്നെ ഇത് 1 ഡിജിറ്റ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രീതിയാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നോക്ക്, ഇവിടെ 2 ഡിജിറ്റ്. അപ്പൊ എന്താണ് സംഭവം? ചിത്രം വരക്കുന്നത് എങ്ങനെ വരിക നോക്ക്, 2 ഡിജിറ്റ്. അപ്പൊ എന്ത് ചെയ്യാം? 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്ക്, ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്യാം,
പിന്നെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 6. നോ ഡൗട്ട് ഒന്നുമില്ല. പിന്നെ 2ഉം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എത്ര കിട്ടി? 8. 2 4 അല്ലെങ്കിൽ 4 to 8 ആണ് അല്ലേ? 4 2 8 ആണ്. ഇനി 1നെ കൊണ്ട് ശ്രദ്ധിക്കണം, ഇടത് ഭാഗത്ത് ഒരു 1 ഇല്ലേ, ആ 1നെ കൊണ്ടും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആ 1നെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ 1നെ കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 3 3 ആണ്. അത് നേരെ 1ന് താഴെ വരുന്ന രീതിയിൽ ഇവിടെ എഴുതണം. 3 എഴുതണം. 1 into 3 3, 1 into 4 4. ഇത് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 6 8 3 11 അല്ലേ? 8 plus 3 11. ബാലൻസ് 1 ഉണ്ട്, അതവിടെ ക്യാരി ഓവർ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യാം? 4ഉം 1ഉം ആഡ് ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടി? നമുക്ക് 5 എന്ന് പറയുന്ന ആൻസർ, 516 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടി. അതേപോലെ ഇവിടെ നോക്ക്, 32 into 23. അപ്പൊ ആദ്യം ഈ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3ന് നേരെ താഴെ 6 എഴുതി. 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് ഇടത് ഭാഗത്ത് 9 എഴുതി. ഇനി 2നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3നെ കൊണ്ടല്ല, 2നെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എത്ര കിട്ടും? നമുക്ക് 4 കിട്ടും. ആ 4 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് 2ന്റെ നേരെ താഴെ വരുന്ന രീതിയിൽ 4ന് എഴുതണം. 2 into 3 എത്ര? 6. എന്നിട്ട് എന്ത് ചെയ്യാം? രണ്ടും കൂടെ ആഡ് ചെയ്യാം. ശ്രദ്ധിക്കണം, ഇതിനെ ഇതുകൊണ്ട് ആഡ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്ക്, അപ്പൊ ഒന്നുമില്ല, ക്യാരി ഓവർ ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഗുണിക്കുമ്പോൾ ബാക്കി വരുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. നമ്പർ സാധാരണമാതിരി മൾട്ടിപ്ലൈ ചെയ്യും. 6 ഇവിടെ എഴുതി. 9 4 നമുക്ക് 13 കിട്ടുക. അപ്പൊ ആരെ എഴുതുള്ളൂ? റൈറ്റ് സൈഡിലുള്ളത് മാത്രമേ ഇവിടെ എഴുതുള്ളൂ. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ എവിടെ കൊടുക്കും? ഇതിന്റെ മേലെ കൊടുക്കും. അപ്പൊ എത്ര കിട്ടും? 13. ബാക്കി 1 ഇവിടെ ഉണ്ട്. 6ഉം ഈ 1ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 7 7 കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ ആയി. അപ്പൊ രണ്ട് നമ്പർ കൊണ്ട് കൂടിച്ചു. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതല്ല, സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റി. ക്യാരി ഓവർ ചെയ്യുമ്പോൾ മാത്രം എന്തുണ്ടായി? ഇവിടെ ഒന്ന് ബാലൻസ് വരുന്ന രീതിയിൽ ഉണ്ടായി. ഇനി ഇതേമാതിരി ഇത് 2 ഡിജിറ്റ് നോക്ക്. 3 into 6 എത്ര കിട്ടും? നമുക്ക് 18 ആണ്. 18 ആകുമ്പോൾ 8 ഇവിടെ എഴുതി. 8 ഇവിടെ എഴുതി. ബാക്കി 1 ഉണ്ട് അല്ലെ? ആ 1 ഇവിടെ ഞാൻ മേലെ എഴുതി. ഇനി എന്ത് ചെയ്യണം? 3നെ കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 2 എത്ര? 6. 6ഉം 1ഉം എത്ര? 3 into 2 എത്രയാണ് കിട്ടുക? 6. ഈ 6ഉം 1ഉം കൂട്ടി എത്ര കിട്ടി? 7 കിട്ടി. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ. 2 6 എത്ര? 12. രണ്ട് നമ്പർ വന്നുകൊണ്ട് ഒരു നമ്പർ മാത്രം എവിടെ എഴുതേണ്ടത്? 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2നെ നേരെ താഴെ വരുന്ന സ്ഥലത്ത് 2 എഴുതി. ബാക്കി 1 ഉണ്ട്. ആ 1 എന്ത് ചെയ്യണം? അത് ക്യാരി ഓവർ ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ 1 നേരത്തെ 1 ഉണ്ടായതുകൊണ്ട് ആ 1 തന്നെ ഇത് വിചാരിക്കുക. 2 into 2 എത്രയായി? 4. 4ഉം 1 അധികം ഉണ്ടായിരുന്നല്ലോ. ഈ 1 ഉണ്ടായില്ലേ? 4ഉം 1ഉം നമുക്ക് എത്ര കിട്ടി? 5. രണ്ടും കൂടെ ആഡ് ചെയ്യാം. 8 7 2 9 5. അപ്പൊ 598 598 എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, അപ്പൊ 2 ഡിജിറ്റ് 2 തരത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് വരാം. ഇത് സാധാരണ മൾട്ടിപ്ലൈ എന്ന് പറയാവുക. ഇത് എഴുതുമ്പോൾ ബാലൻസ് വരുമ്പോ അത് തൊട്ടിട്ടില്ലതിന് മേലെ എഴുതി വെച്ചിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ആഡ് ചെയ്തിട്ട് താഴെ എഴുതണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണേ. ഓക്കെ, ഇത് നോക്ക്. 4 into 3 12 ആണ്. 12ൽ 12 എഴുതുള്ളൂ. ഓക്കെ, 4 into 3 12 എഴുതുള്ളൂ, 2 എഴുതുള്ളൂ. ബാക്കി 1 എവിടെ എഴുതും? മേലെ അവിടെ എഴുതി വെക്കും. പിന്നെ 4 into 5 എത്ര? 20. ആ 20ന്റെ അപ്പുറം 1 ആഡ് ചെയ്താൽ 21 ആയി. 4 into 5 20. 21ഉം 21. ഇനി വേറെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേറെ നമ്പർ ഇല്ലല്ലോ? ഇല്ല. അപ്പൊ 21 തന്നെ നമുക്ക് എഴുതാൻ പറ്റും. വേറെ നമ്പർ ഇല്ല. ഓക്കെ, ഇനി അടുത്ത എന്ത് ചെയ്യാം? 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 3 എത്ര? 12 ആണ്. ആ 12ന്റെ ആകുമ്പോ 12 എഴുതാൻ പറ്റുള്ളൂ. അത് എവിടെ എഴുതും? 4ന്റെ നേരെ താഴെ വരുന്ന ഇതിന്റെ അടിയിൽ. അപ്പൊ എത്ര വരും? 12ന്റെ 2. ബാക്കി എത്ര ഉണ്ടായിന്? 1 ഉണ്ടായിന്. അപ്പൊ 1 നേരത്തെ 1 ഉണ്ടായതുകൊണ്ട് അത് ഇപ്പൊ ഇതാന്ന് വിചാരിക്കാം നമുക്ക്. 4 into 5 എത്ര? 20. 20ഉം 1ഉം 21. ഇനി വേറെ നമ്പർ ഇല്ലല്ലോ? ഇല്ല. അപ്പൊ 21 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടി. ഇനി ആഡ് ചെയ്യാം. 2 1 2 3 2 1 3 2 എന്ന് പറയുന്ന ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റി. ഇനി അടുത്തത് നമുക്ക് നോക്കാം. 38 into 32 ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ? ഇതും 2 ഡിജിറ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ എന്താ വരിക? ഇതിന്റെ പ്രത്യേകത എന്താണ്? 4ഉം 3ഉം ആവുമ്പോൾ നമുക്ക് 12ന്റെ 2 എഴുതി ബാക്കി 1 ഉണ്ടായിരുന്നു. 4 5 20 ആയിരുന്നു. 2 നമ്പർ വന്നു. ആ 2 നമ്പർ വന്നപ്പോ ഒന്ന് കൂട്ടിയിട്ടാണ് ഇവിടെ എഴുതിയത്. 20ഉം 1ഉം ആണ് അവിടെ എഴുതിയത്. ഇവിടുത്തെ നോക്കാം നമുക്ക്. അതേമാതിരി തന്നെ വരിക. 2 into 8 16. 16 എന്ന് പറയുമ്പോ
16 ആരെ എഴുതുള്ളൂ? 6 എഴുതുള്ളൂ. കാരണം 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ന്റെ നേരെ താഴെ എഴുതണം. ഓക്കെ, 2 × 8 16. അതിൽ ബാക്കി ഒന്നുണ്ടല്ലോ, ഒന്ന് ഇവിടെ നമ്മൾ ക്യാരി ഓവർ ചെയ്തു. 2 × 3 ഓക്കെ 6. 6ഉം 1ഉം എത്ര? 7. അത് ഇവിടെ എഴുതി വെച്ചു. 3 × 8 നോക്കണേ, 3 × 8 ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. ഇതുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റിൽ 3 8 എത്ര? 24. 24ൽ 4 അല്ലേ എഴുതുള്ളൂ. 4 എവിടെ എഴുതുക? 3ന്റെ നേരെ താഴെയില്ല, നമ്പറിന്റെ താഴെ. എത്ര കിട്ടും? 24. ബാലൻസ് എത്ര കിട്ടും? നമുക്ക് 2 ആണ്. അപ്പൊ ഈ ക്യാരി ഓവർ തന്നെ എത്ര? 2 ക്യാരി ഓവർ ചെയ്യുക. അപ്പൊ 3 × 3 9. 3 9. 9 2 നമുക്ക് എത്ര കിട്ടും? 11. 11 കിട്ടും. ഓക്കെ, അപ്പൊ എന്തായി മാറി? സോറി ഇതിൽ ഞാൻ മൾട്ടിപ്ലൈ എഴുതി മാറിപ്പോയി. ഓക്കെ, ഇവിടെയാണ് എഴുതേണ്ടത്. 3 × 24. ബാക്കി നമുക്ക് എത്ര കിട്ടി? 2 മേലോട്ട് 3 × 3 ആണ് എഴുതേണ്ടത്. ഓക്കെ, 3നെ 8 കൊണ്ട് 24 എഴുതി. 24ൽ 4 എഴുതി. ബാക്കിയുള്ള 2 ഇതിന്റെ മേലെ എഴുതി. പിന്നെ 3 × 3 9. 9 + 2 എത്ര വരും? 11. ഇനി വേറെ നമ്പർ ഇല്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ 11 തന്നെ ഇവിടെ, 11 തന്നെ ഇവിടെ എഴുതി വെച്ചു. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ 6 7 4 11 ആണ്. ആ 11 പറയുമ്പോ 11 എന്ന് പറയുമ്പോ 1 എഴുതി. 1 ഇതിന്റെ മേലേക്ക് വന്നു. 1ഉം 1ഉം 2 ആണ്. 1 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ 1 2 1 6. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എഴുതാണ് 4 7 28 ആണ്. 8 ഇവിടെ എഴുതി. ബാക്കി എത്ര? 4 7 അല്ലേ ഫസ്റ്റിൽ വരുന്നത്. പിന്നെ 28ൽ ബാക്കി 2 ഉണ്ട്. 4 6 24 ആണ്. 24 ആണ്. അതിന്റെ പേര് 2 കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 26. കഴിഞ്ഞു. ഇനി 2 × 7 അടുത്തത് ഇങ്ങനെയാണ് വരുന്നത്. 2 × 7 എത്ര? 14 ആണ്. 14 ആകുമ്പോൾ അത് എവിടെ എഴുതും? 2ന്റെ നേരെ താഴെ 4 എഴുതി. ബാലൻസ് എത്രയുണ്ട്? 1 ഉണ്ട്. അപ്പൊ ബാലൻസ് 1 ആണ് വരിക. ഇനി 2 × 6 എഴുതണം. അത് എത്ര വരും? 12. 12ഉം 1ഉം എത്ര? 13. 1 3 ഇവിടെ എഴുതാം. ആഡ് ചെയ്യുക. 8 6 4 10 11 2 3 3 6 1 എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി 376. ഞാൻ ഇതേമാതിരി ഇപ്പൊ 3 ഡിജിറ്റ് 2 ഡിജിറ്റ് ആകാൻ പ്രശ്നമില്ല. ഈ 5നെ കൊണ്ട് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയേ ഉള്ളൂ കാര്യം. നോക്കുക, 3 7 6 ഇങ്ങനെയാണെങ്കിൽ താഴെ 4 5 ഉണ്ടെങ്കിൽ 5നെ 6 5നെ 7 5നെ 3. പിന്നെ 4നെ 6 4നെ 7 4നെ 3. അധികം ഉണ്ട്. 2 നമ്പർ പ്രൊഡക്റ്റ് ആയിട്ട് ഗുണിച്ച് കിട്ടുമ്പോൾ ഒരു നമ്പർ ക്യാരി ഓവർ ചെയ്യണം. അത്രയേ ഉള്ളൂ. 5 6 30 ആണ്. അപ്പൊ 0 എഴുതി. ബാക്കി 3 ഇവിടെ ക്യാരി ഓവർ ചെയ്യണം. 5 7 35 ആണ്. 35ഉം 3ഉം 35ഉം 3ഉം 38 വരും. ആ 38 വീണ്ടും ഇവിടെ 3 ക്യാരി ഓവർ ചെയ്യണം. 5 3 എത്ര? 15 ആണ്. 15ഉം 3 എത്ര? 18 എന്ന് പറയുന്ന റിസൾട്ട് ഇവിടെ കിട്ടി. ഇപ്പൊ ക്യാരി ഓവർ ചെയ്ത് മായ്ച്ചു. കാരണം രണ്ടാമത് അതേമാതിരി വരുന്നുണ്ടെങ്കിൽ 4 × 6 24 ആണ്. ആ 24ൽ 4 ആണ് എഴുതുക. അത് എവിടെ എഴുതും? 4നെ കൊണ്ട് 6നെ അല്ലേ. അപ്പൊ 4ന്റെ നേരെ താഴെ വരുന്ന ലൈൻ എഴുതണം. 24ന്റെ 4. ബാക്കി എത്രയുണ്ട്? 2. അപ്പൊ 2 ഇവിടെ ക്യാരി ഓവർ ചെയ്യുക. കാരണം എന്തോട്ടാ? 4നെ 6 കൊണ്ട് കുടിച്ചിട്ട് ബാലൻസ് വന്നാല് നെക്സ്റ്റ് നമ്പറിന്റെ മുകളിലാണ് അത് എഴുതേണ്ടത്. ഇടത് ഭാഗത്തില് 4 × 7 എത്ര? 28. 28ന്റെ പേര് 2 ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 30. 28ന്റെ പേര് 2 ആഡ് ചെയ്യുമ്പോൾ 30 കിട്ടും. 30ക്ക് 0. ബാക്കി എത്ര കിട്ടും? 3 കിട്ടും. ക്യാരി ഓവർ ചെയ്യുന്നത് 4 × 3 12. 12ഉം 3ഉം എത്ര? 15 കിട്ടും. കഴിഞ്ഞു. കാരണം 15 നമ്പർ ഇല്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 0 8 4 12 ആണ്. 2 എഴുതണം. ബാക്കി ഒന്നില്ലേ? 1 ഇവിടെ നമ്മൾ എഴുതി. 8 1 9 1 5 6 1. അപ്പൊ എത്രയും നമ്പർ ഉണ്ടായി കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ ഉള്ളൂ. ഇവിടെ ചില യൂണിറ്റ് രണ്ടാമത്തേതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്നാം സ്ഥാനത്തുള്ള സംഖ്യ കൊണ്ട് എല്ലാത്തിനും ഒരു കൊല പോലെ, അതായത് ഇങ്ങനെ 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 എത്ര നമ്പർ ഉണ്ടെങ്കിലും, ഇനി 4 നമ്പർ ഉണ്ടെങ്കിലോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അത്രേ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ നമ്പർ ഉണ്ടാവും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതിനെയും എന്ത് ചെയ്യുക? രണ്ടാമത്തെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ. ഇപ്പൊ 3 നമ്പറാണ് ഉള്ളതെങ്കിൽ ഇതേമാതിരി മതി. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അധികം വരും. 2 ഡിജിറ്റ് റിസൾട്ട് വരുമ്പോ ഒന്ന് ക്യാരി ഓവർ ചെയ്യണം. അത്രയും അതിന് കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ നമ്പറുകൾ തമ്മിൽ ഏത് തരത്തിൽ വന്നു കഴിഞ്ഞാലും മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പം അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അത് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തത് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.